ഹലോ, ഇന്ന് നമുക്ക് വീട്ടിലെ സാധാരണ ചോറ് വെച്ച് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുമ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് അത്രേ ഉള്ളൂ. ഈ ഫ്രൈഡ് റൈസിന് വലിയ ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അത് നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം വഴറ്റിയെടുക്കുക. വഴന്നു വന്ന വെജിറ്റബിൾസിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഈ വഴന്നു വന്ന കൂട്ടിലേക്ക് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യാം. ഇനി അഥവാ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ തക്കാളി നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടാലും മതി കേട്ടോ. ഇതൊന്നായി വരുമ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുട്ട എടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മിക്സിലേക്ക് കട്ട് ചെയ്ത മുട്ട ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചോറ് അതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നല്ലോണം കഴിക്കുക.